നിറക്കൂട്ടുകളുടെ മറ്റൊരു വർണ്ണ പ്രപഞ്ചമാണ്. നോക്ക്, ലില്ലിച്ചെടികൾ. ഇതൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ കാലാവസ്ഥയിൽ, ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ അത്യാവശ്യം പിടിച്ചു കിട്ടുന്നവർക്ക് നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങും, പക്ഷെ അത്രത്തോളം വിജയിക്കാറില്ല. ഇന്നത് കലാഞ്ചിയുടെ ഒരു വെറൈറ്റീസാണ്. കലാഞ്ചിയുടെ വെറൈറ്റീസ് നോക്കി, എല്ലാം ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്കത് അത്ര മനോഹരമായിട്ട് തോന്നുന്നു കേട്ടോ. നല്ല ഒരു ലൈറ്റും വേണം, എന്നാൽ കൂളിംഗ് ആയിട്ടുള്ള ഒരു സൂര്യപ്രകാശം നേരിട്ട് അടിക്കാത്ത തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവർക്ക് വേണ്ടത്. അതുകൊണ്ടായിരിക്കാം ഇവർ ഈ ഗ്ലാസ് ഹൗസിൽ ഇത്രയും മനോഹരമായിട്ട് ഇത് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈഫ് കൂടുതലായിരിക്കും. ഒത്തിരി നാൾ ഫ്രഷായിട്ട് പൂക്കൾ ഇരിക്കും. അപ്പോൾ ഫ്ലവർ ഷോ കഴിയുന്നത് വരെ മനോഹരമായിരിക്കും. നല്ല ഫ്ലവർ, എന്താ പറയുക, നല്ല ഫ്രഷ് ഫ്ലവർ കാണാൻ പറ്റിയെന്നുള്ളതാണ്. അവർ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതാ അങ്ങോട്ട് നോക്കി നോക്കി, ചൈനീസ് ബാൽസത്തിൻ്റെ മറ്റൊരു വർണ്ണപ്രപഞ്ചം കണ്ടോ. ഒരു മൗണ്ട് പോലെ, മല പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വെരി നൈസ്. ആകാംക്ഷ. ഓ, വെരി ഗുഡ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഊട്ടിയിലുള്ള മെഗാ ഫ്ലവർ ഷോ നടക്കാൻ പോകുന്ന അതിമനോഹരമായ ഗാർഡനിലെ ഗ്ലാസ് ഹൗസിലെ, അതായത് ഫ്ലവറിൻ്റെ പൂക്കളുടെ വർണ്ണവിസ്മയങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഗ്ലാസ് ഹൗസിലെ ആ ഒരു വ്യൂവിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള ഫ്രഷ് പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇതിലെ അറേഞ്ച്മെൻറ്റ്സുകളൊക്കെ നടക്കുന്നേ ഉള്ളൂ. മെയ് 10-ാം തീയതിയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് എന്നാണ് അറിയുന്നത്. എന്തായാലും അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപൂർവമായ കാഴ്ചകൾ തന്നെയാണ്. ശരിക്കും നേരിട്ട് വന്ന് കാണുമ്പോഴാണ് എത്രത്തോളം മനോഹരമാണ് ഈ ഒരു പൂക്കളുടെ നിറക്കാഴ്ച എന്ന് മനസ്സിലാകും. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ ഒത്തിരി ആർട്ട്പരമായിട്ടും അല്ലാതെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടം അറിയിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഊട്ടിയിലേക്ക് ഈ നിറക്കാഴ്ച കാണാനായിട്ട് എത്തട്ടെ. മറ്റു മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. എന്നോട് ഹൗസിലേക്ക് നമ്മൾ എൻട്രൻസിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന മനോഹരമായ അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടത്. ഒത്തിരി ചെടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ശരിക്കും വെയിൽ നേരിട്ട് അടിക്കാത്ത തരത്തിലുള്ള ചെടികളാണ് ഇവിടെ കൂടുതലും വെച്ചിരിക്കുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ അത്രത്തോളം വരില്ല. നമ്മുടെ ഈ ഊട്ടിയിലെ അറ്റ്മോസ്ഫിയർ ഈ ചെടികൾക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഈ ചെടികളുടെയൊക്കെ വിൽപ്പന ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഇത് നമ്മുടെ ചൈനീസ് ബാൽസത്തിൻ്റെ ഒത്തിരി കളറുകളുണ്ട്. അതെല്ലാം ഇടകലർത്തി ഇതുപോലെ വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ഈ ചൈനീസ് ബാൽസത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിൽ അതിനോട് ചേർന്നൊരു വേറൊരു വെറൈറ്റി ചെടിയാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് പേരറിയില്ല കേട്ടോ. ചൈനീസ് ബാൽസത്തിൻ്റെ ഹൈബ്രിഡ് ഇനത്തിലുള്ളതാണ് കേട്ടോ അത്. നമ്മുടെ ബിഗോണിയയുടെ വെറൈറ്റികളാണ് കേട്ടോ. നോക്കി എത്രത്തോളം മനോഹരം. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ ഇത് അത്രയും ഉഷാറാകില്ല. എനിക്ക് തോന്നുന്നു ഊട്ടിയിലെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു ചെടിയാണ് ബിഗോണിയ. നല്ല ഒരു ലൈറ്റും വേണം, എന്നാൽ കൂളിംഗ് ആയിട്ടുള്ള ഒരു സൂര്യപ്രകാശം നേരിട്ട് അടിക്കാത്ത തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവർക്ക് വേണ്ടത്. കലാഞ്ചിയൊക്കെ ഇപ്പോൾ നമുക്ക് നേഴ്സറികളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്ലവർ ഷോയിലെ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്ലാസ് ഹൗസിലെ കാഴ്ചകളായിരിക്കും കേട്ടോ. വർണ്ണത്തിൻ്റെ ഒരു മായാ ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് വിവിധ തരം ചെടികൾ കൊണ്ട്. എത്ര മനോഹരമായിട്ടാണ് അല്ലേ ഓരോന്നും. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഇത്രയും ഭംഗിയുള്ള, ഇത്രയും കണ്ണിന് കൗതുകം അല്ലെങ്കിൽ ഉണർവ് തരുന്ന ഈ ഒരു കാഴ്ച ഊട്ടിയിലേക്ക് വന്നാൽ നേരിട്ട് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. റെഡ് വൈൻ്റെ ഒക്കെ വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ. ഒത്തിരി അത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് മുകളിലിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് ഹൗസ് മനോഹരമാണ്. ഹാങ്ങിങ് ചെടികൾ കൊണ്ടും അതുപോലെ ഇലച്ചെടികൾ കൊണ്ടും ഒത്തിരി മനോഹരമായിട്ട് തന്നെ എല്ലാ സ്പേസും ഇവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഓരോ ചെടിയുടെയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്താലാണ് ആ പൂന്തോട്ടം മനോഹരമാവുകയുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫ്ലവർ ഷോ? സൂപ്പറായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇനി ഒരു ഉണ്ടാവും എന്നുള്ളത് അറിയത്തില്ല. അതുപോലെ ഭംഗിയാണ്.
ഞാനും ഫ്ലവർ ഷോയുടെ സമയത്ത് തന്നെ നമ്മൾ വന്നു. അതെ മുമ്പ് വന്നുകൊണ്ട് ഫ്രഷ് ആയിട്ട് കാണാൻ പറ്റും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും ചെടികൾ സ്നേഹിക്കുന്ന ഒരാളായിട്ട് പോലും എനിക്ക് ഇതുപോലെ ഒരു ഫ്ലവർ ഷോ നേരിട്ട് വന്ന് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഇത് വലിയൊരു ഭാഗ്യമായിട്ട് കാണാനാണ്. എന്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഇനിയും പറ്റി വരും. അപ്പൊ ഇനി നിനക്കൊന്നും പറയാനല്ല. സൂപ്പർ അല്ലേ? ഇത് എന്താ പറയാനുള്ളത്? കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. നമുക്ക് പകുതി മനസ്സിൽ ലീപ്പായി അല്ലേ? ഊട്ടി ഗവൺമെൻറ്റിൻ്റെ ഈ ബോട്ടാണിക് ഗാർഡനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രവേശന കവാടത്തിൽ തന്നെ ഒരു കൗണ്ടറുണ്ട്. നമ്മളവിടുന്ന് പൈസ കൊടുത്ത് ഒരു ടിക്കറ്റ് വാങ്ങിയിട്ട് വേണം കടക്കാനായിട്ട്. ഇവിടെയും 40 രൂപ തന്നെയാണ് ഒരാൾക്ക്. അതിനുശേഷം നമുക്ക് മനോഹരമായിട്ടുള്ള ഈ വലിയൊരു മൈതാനത്ത് വളരെ ഡിസൈൻ ചെയ്തും അല്ലാതെയൊക്കെ ആയിട്ട് നമുക്ക് ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഊട്ടിയിലെ ബന്ദി ചെടിയും അതുപോലെ മറ്റുള്ള ചെടികളും ഡാലിയയും പൂക്കളെല്ലാം ഇതേപോലെ നമുക്ക് വരുന്ന മെയ് 10-ാം തീയതി ഗാർഡന് ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 9 മണിക്ക് തന്നെ ചെന്നുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക തെളിച്ചക്കുറവുണ്ട്. ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. അതുകൊണ്ടാണ് ഫോട്ടോയ്ക്ക് അത്ര ക്ലാരിറ്റിയിലെത്തുക. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അയ്യോ നമുക്ക് അത്ര സന്തോഷമാണെന്നറിയില്ല മനസ്സിന് തരുന്നത്. അപ്പോൾ ജോലിക്കാരൊക്കെ വന്ന് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനൊക്കെ ജോലി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വലിയൊരു അറേഞ്ച്മെൻറ്റ്സൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റിയിട്ടോ. ഏറ്റവും വലിയൊരു ഇഷ്ടം തോന്നിയത് ഡാലിയ, അതായത് വളരെ വലിപ്പമുള്ള പൂക്കളാണ്. ഇതെനിക്ക് തോന്നി ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേകമായിട്ട് അതിനെ വളർത്തി ഇതേപോലെ ആക്കിയതായിരിക്കാം. ഡാലിയ കാണണം, അത്ര മനോഹരമാണ്. ഇതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. പൂക്കളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും ഓരോന്നും കാണുമ്പോൾ വലിയൊരു സന്തോഷവും കൗതുകവും ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഊട്ടിയിൽ ഫ്ലവർ ഷോ കാണാൻ വന്ന ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഫാമിലി ആട്ടോ. ക്യൂട്ട് ഫാമിലിയാണ്. നമ്മളെ കണ്ടപ്പോൾ വലിയൊരു സന്തോഷം പറഞ്ഞു. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു? ഹൗ എക്സ്പീരിയൻസ്? വെരി നൈസ്. ഗുഡ് നെയിം പ്ലീസ്. നെയിം? ആകാംക്ഷ. ഓ വെരി ഗുഡ്, നൈസ് നെയിം. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ 4 സഹോദരിമാർ മാത്രമായിരുന്നു യാത്ര. നമ്മുടെ ഒരു എർട്ടിഗ വണ്ടിയാണ്, 7 പേരുടെ യാത്രാ സൗകര്യമുള്ള എർട്ടിഗയിലാണ് ഞങ്ങൾ 4 പേരും ഡ്രൈവർ ഉൾപ്പെടെ പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനും ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ 4 പേരുടെ മാത്രം ഇഷ്ടങ്ങൾ നോക്കിയാൽ മതിയല്ലോ. എല്ലാം മറന്ന് നമുക്ക് ഒരു ദിവസം 2 ദിവസം ഇതുപോലെ ഒരു യാത്ര പോകാൻ പറ്റുന്ന വലിയ കാര്യമല്ലേ. അപ്പോൾ ഇതേപോലെ ഉത്തരവാദിത്തോടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെ വണ്ടി ഈ ഒരു കാറിൻ്റെ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. തൃശ്ശൂർ ഭാഗത്തുള്ള ഈ ചാലക്കുടി ഭാഗത്തുള്ള ആർക്ക് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. വളരെ ഉത്തരവാദിത്തോടെ, അതുപോലെ നല്ല ഡ്രൈവിംഗ് ആണ്, അതുപോലെ നല്ല ഒരു പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫെക്റ്റ് യാത്ര തന്നെയായിരുന്നു. ഊട്ടിയിലേക്ക് പ്രവേശിച്ച അവിടെ നിന്ന് മുതൽ നമുക്ക് കാണാനുള്ള ഹിൽ ഏരിയയും വ്യൂ പോയിൻറ്റ്സും എല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയും അവിടെ നിർത്തി ഒരു മടിയും കൂടാതെ ഒത്തിരി നേരം നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും സ്പെൻഡ് ചെയ്യാനും ഒക്കെ സമയം തന്ന് നമ്മളെ ഒരു മടുപ്പില്ലാതെ, നേരത്തെ നമ്മളൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു ആൾ തന്നെയാണ് നമുക്ക് ബുക്ക് ചെയ്ത് തന്നിട്ടോ. അപ്പോൾ ഇതെല്ലാം വളരെ ആസ്വദിക്കാൻ നമുക്ക് പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ഗാർഡൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ. റോസ് ഗാർഡനൊന്നും ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല. അടുത്ത വീഡിയോസിലൊക്കെ അത് പ്രതീക്ഷിക്കാം.
അതുപോലെ യാത്രയിൽ കണ്ട മറ്റൊരു മനോഹരമായ, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്, അതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ, ഇന്നത്തെ ഈ ഒരു കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻസിലൂടെ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.